नमस्ते। അപ്പോൾ कैसे हैं? ठीक है। നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ടി വി എന്ന ചാപ്റ്റർ തുടങ്ങി. വരുൺ ഗ്രോവറാണ് എന്ത് തിരക്കഥാകൃത്ത്. അപ്പോൾ ആ ഫസ്റ്റ് സീൻ എന്താണ്? ലല്ലു, ഗോപു, ചിന്നു, 3 ക്യാരക്ടേഴ്സ്, ഏകദേശം 8 വയസ്സ് പ്രായം, 8-10 വയസ്സ് പ്രായമുള്ള 3 കുട്ടികളുണ്ട്. ആരോടും പറയാതെ എന്തായാലും ടി വി കാണാൻ തൊട്ടടുത്തുള്ള ഗ്രാമപ്രദേശത്തിലേക്ക് പോവുകയാണ്. ഇവിടെ എന്താണ് ഇവരുള്ള സ്ഥലത്ത് എന്താണ് ടി വി എത്തില്ല. ടി വി എത്തുന്നല്ല, പരിപാടികൾ എന്തെയില്ല, എത്തിച്ചേരില്ല കുന്നിമുകൾ പ്രദേശം. അതുകൊണ്ട് എന്താണ് ഗോപു കണ്ടിട്ട് അവൻ്റെ കൊച്ചച്ഛൻ്റെ വീട്ടിലേക്ക് പോയിട്ട് ടി വി കണ്ടിട്ടുണ്ട്. കണ്ട സംഗതി എന്താണ് ഇവരോട് പറഞ്ഞു, ആരോട്? ചിന്നുവിനോടും ലല്ലുവിനോടും പറഞ്ഞുകൊണ്ട് ഇവരോട് നമുക്ക് പോകാം എന്ന് പറഞ്ഞ് തൊട്ടുള്ള ഗ്രാമത്തിലേക്ക് പോവുകയാണ്. ഉച്ചയ്ക്ക് 2 മണിക്കാണ് അവർ പുറപ്പെട്ടത്. എന്നിട്ട് എന്താണ് അവർ കുന്നിമുകളുടെ യാത്രയാണ്. ആ യാത്രയിൽ വെച്ച് എന്താണ് ഒരു ടി വി ടവർ കാണുകയാണ്. അപ്പോൾ ഗോപു പറയാൻ ഇതാണ് ടി വി ടവർ, ഇതിൽ നിന്നാണ് എന്ത് നമ്മളെ ടി വിയിലേക്ക് പരിപാടികൾ എത്തുന്നത് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് എന്താണ് പറയുകയും പിന്നെ അതിൻ്റെ ഓർമ്മയിൽ എന്താണ് ഗോപു എന്താണ് നടക്കുകയാണ്. അതിന് പിറകിലായിക്കൊണ്ട് ലല്ലുവും ചിന്നുവും ഒക്കെ എന്താണ് നടക്കുകയാണ്. അവിടെ വെച്ചാണ് നമ്മൾ നിർത്തിയത് അല്ലേ. നമുക്ക് സീൻ 3 നോക്കാം. मनोहर चाचा के घर का कमरा, सुबह के 8 बजे है. टीवी पर 26 जनवरी की परेड आ रही है. गोबू और उसके बाबा टकटकी लगाए देख रहे हैं. मनोहर चाचा बगल में बैठ रहे हैं. टीवी में झांकियां चल रही हैं और एक कमेंट्री भी. टीवी से आती कमेंट्री और यह झांकी असम राज्य की आगे बिहू नृत्य करती महिलाएं. गोबू, बाबा यह आवाज कहाँ से आ रही है? मनोहर चाचा, यह भी टीवी से ही आ रही है. ഗോപു ജാദു ഹേന. ഇപ്പം എന്താണ് മനോഹർ അങ്കിളിൻ്റെ വീടിൻ്റെ റൂമാണ്. മനോഹർ ചാച്ചാക്കെ കമര എന്താണ് മനോഹർ അങ്കിളിൻ്റെ വീടിൻ്റെ ഒരു റൂമാണ്. സോ അവിടെ രാവിലെ 8 മണിയായിട്ടുണ്ട്. മനോഹർ ചാച്ചാക്കെ ഗർക്ക സമയം, മനോഹർ അങ്കിളിൻ്റെ വീട്ടിലെ റൂം. കമര മീനിങ് റൂം. സുബഹ് മോർണിംഗ് രാവിലെ, 8 बजे समय അല്ലേ. ടി വി पर 26 जनवरी की പരേഡ് आ रही है. ടി വിയിൽ എന്താണ് ജനുവരി 26 പരേഡ് നടന്നുകൊണ്ടിരിക്കുകയാണ് അല്ലേ. എന്താ ജനുവരി 26 ദിവസത്തെ പ്രത്യേകത എന്താ? റിപ്പബ്ലിക് ഡേ ആണ് അല്ലേ. റിപ്പബ്ലിക്കിന്റെ പരേഡ് ജനുവരി 26 എന്താണ് റിപ്പബ്ലിക് പരേഡ് ഉണ്ടാവും അല്ലേ. നമ്മുടെ നാട്ടിലൊക്കെ എന്താണ് ടി വിയിലൊക്കെ കാണാം അല്ലേ പരേഡ് നടക്കുന്നത് അല്ലേ. ഇപ്പൊ എന്താണ് ഇതുപോലെ എന്താണ് മനോഹരങ്ങളൊക്കെ എന്താണ് പരേഡ് കാണാണ്. ഗോപു और उसके बाबा टकटकी लगाए देख रहे हैं. ഗോപു എന്താണ് ബാബയും എന്താണ് അവരെന്താണ് വളരെ സൂക്ഷിച്ചു കൊണ്ട് എന്താണ് ആ പരിപാടികൾ വീക്ഷിച്ചു കൊണ്ടിരിക്കുകയാണ് അല്ലേ. മനോഹർ ചാച്ച ബംഗൾ മേ ബൈഠേ ഹേ. മനോഹർ ചാച്ചി എന്തുണ്ട് അടുത്ത് ഇരിക്കുന്നുണ്ട്. टीवी में झांकियों चली है और एक कमेंट्री भी. ടിവിയിൽ എന്താണ് ആ പരിപാടിയിലേക്ക് എന്താണ് ആ ഗ്രൗണ്ടിലേക്ക് ഡാംബ്ലോകൾ എന്താണ് വന്നുകൊണ്ടിരിക്കുന്നത്. ആ ഒരു കമൻട്രി അതിലെന്താണ് ഒരു കമൻട്രി എന്തായിട്ടുണ്ട് വന്നിട്ടുണ്ട്. അതാണ് ആ സിറ്റുവേഷൻ. നമുക്ക് നോക്കാം, നമുക്ക് കോൺവെർസേഷൻ പ്രതീക്ഷിക്കാം. എന്താണ് ടി വി സി ആദ്യ കമൻട്രി എന്താണ് ആ ടി വിയിൽ നിന്നുള്ള ഒരു കമൻട്രി അല്ലേ. ആദ്യ എന്താ ടി വിയിൽ നിന്ന് കമൻറ്റ് വന്നു അല്ലേ. और यह है जाकी असम राज्य की आगे बिहू नृत्य करती महिलाएं. എന്താണ് ആ ടി വിയിൽ നിന്നുള്ള മഹിള എന്താണ് വന്നുകൊണ്ടുവന്ന അസമിലെ ഡാംബ്ലോക്ക് മുമ്പിൽ എന്താണ് ബിഹു നൃത്തം കളിക്കുന്ന വനിതകൾ അല്ലേ. എന്താണ് ആസാം രാജ്യത്തിന്റെ ഡാംബ്ലോക്ക് മുമ്പിൽ എന്താണ് ബിഹു നൃത്തം കളിക്കുന്ന വനിതകളുണ്ട്. ഗോപു, ബാബ യഹ് ആവാസ് കഹാം സേ ആ രഹി ഹെ. ബാബയോട് എന്താണ് ഗോപു ചോദിക്കുകയാണ്. എന്താണ് അതൊക്കെ കണ്ടില്ലേ ജനുവരി തന്നെ പരേഡ് കാണുമ്പോൾ ഒരു കമൻറ്റ് വന്നു കാണാൻ അസമിന്റെ ടീം ഡാംബ്ലോക്ക് മുമ്പിൽ എന്താണ് ബിഹു നൃത്തം കളിക്കുന്ന മഹിളകളുണ്ട്. അപ്പൊ ഗോപു ഒരു ചോദ്യം എന്താണ് മനോഹർ ചാച്ചയോട് ചോദിക്കുകയാണ്. എന്താ ചോദ്യം?
गोबू बाबा यह आवाज कहाँ से आ रही है? बाबा ഈ സൗണ്ട് ആവാസ് പിന്നെന്താ സൗണ്ട് ശബ്ദം കഹാം സെ ആ രഹി ഹെ എവിടെ നിന്നാ വരുന്നത്? ബാബ ഈ സൗണ്ട് എവിടെ നിന്നാ വരുന്നത്? മനോഹർ ചാച്ച യഹ് ഭി ടിവി സെ ഹി ആ രഹി ഹെ ഗോപുലാൽ മോനെ ഇത് ടിവിയിൽ നിന്നാണ് വരുന്നത് മോനെ. ഈ ശബ്ദം എന്താണ്? ടിവിയിൽ നിന്നാണ് മോനെ വരുന്നത്. ഗോപു ജാദു ഹേന മേജിക് അല്ലേ അല്ലേ? ഗോപു പറയാണ് മേജിക് അല്ലേ, മേജിക് ആണല്ലേ എന്ന് പറയാണ്. അപ്പൊ ഈ സംഭവമാണ് എന്ത് ഇവരോട് ആരോട്? ചുന്നൂനോടും ലല്ലുവിനോടാണ് ഈ സിറ്റുവേഷൻ പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. അതാണ് ആ സിറ്റുവേഷൻ ആണ് ഇതെന്തായിട്ട് അവരോട് പറഞ്ഞുകൊണ്ടാണ് അവരെ ടി വി കാണാൻ വേണ്ടി എന്താണ് പ്രേരിപ്പിക്കുകയാണ്. ഈ ടി വിയിലൊക്കെ ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞിക്കാണെന്താണ് അവരെ പ്രേരിപ്പിക്കുകയാണ്. ടി വി ഉണ്ട്, മനോഹരങ്ങളുടെ വീട്ടിൽ ടി വി ഉണ്ട് എന്നൊക്കെ പറഞ്ഞ് പ്രേരിപ്പിക്കുകയാണ്. ആ ഒരു സംഭവമാണെന്ത് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഗോപു എന്താണ് ജാദു ഹേന മാജിക് അല്ലേ എന്ന് പറയാണ് അല്ലേ. അപ്പൊ സീന് 4 സീൻ എന്താ നോക്കാം. പഹാണ്ടി സടക് ഷാം കെ 4 ബജെ. എന്താണ്? പർവ്വതങ്ങളിലൂടെയുള്ള റോഡ് സടക്ക് റോഡ് ഷാം കെ 4 ബജെ. എന്താണ്? വൈകുന്നേരം 4 മണി ആയിട്ടുണ്ട് അല്ലേ. വൈകുന്നേരം 4 മണി പർവ്വതത്തിലൂടെയുള്ള എന്താണ് കുന്നിൻകൂടെയുള്ള ഒരു ചെറിയൊരു പാത, ഒരു ഇട ആ വഴി, ആ സടക്ക് റോഡ് അല്ലേ. വൈകുന്നേരം 4 മണി ആയിട്ടുണ്ട്. തീനോം പച്ചേ സടക്ക് കിനാരെ ചെറിയ ഇവിടെ നടക്കുന്ന എന്താണ് 3 കുട്ടികൾ എന്താ റോഡിലൂടെ എന്ത് ചെയ്യാണ് നടന്നു കൊണ്ടിരിക്കുകയാണ്. സടക്ക് റോഡ് കിനാരെ പാസ്. ഇപ്പൊ ഗോപു ജാദു ഥാ സച്ച്മുച്ച് ചലോ അബ് സടക്ക് പാർ കർനി ഹെ. सड़क पार करने की कोशिश. सामने से तेजी से एक बस आती है. चुन्नी दौड़कर पार कर लेती है. गोबू और लल्लू खड़े रह जाते हैं. बस में जोर से ब्रेक लगता है. ड्राइवर से में सिर बाहर निकलता है. ड्राइवर अब देख के चले. गोपू और लल्लू जल्दी से सड़क पार करती है. എന്താണ് ഗോപു പറയാണ് എന്ത് ജാദു ഥേ മാജിക് ആണ്. സച്ച് തീർച്ചയായും എന്താണ് മാജിക്. എന്താണ് മാജിക്? ടി വി ഒരു മാജിക് തന്നെയാണെന്ന് എന്താണ് വീണ്ടും ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ആര്? ഗോപു. ചലോ അബ് സടക്ക് പാർ കർണി ഹെ. ചലോ നടക്ക്. എന്തായാലും നമുക്ക് എന്തിനാ റോഡ് ക്രോസ് ചെയ്യാം. സടക്ക് പാർ കർണേക്ക് കോശിഷ്. എന്താണ് അവരെന്താണ് റോഡ് എന്തായാലും മുറിച്ചെടുക്കാൻ വേണ്ടി എന്ത് കോശി പ്രയാസപ്പെടാണ്. എന്താണ് പ്രയാസപ്പെടാണ് എന്ത് മുറിച്ചെടുക്കാൻ വേണ്ടി. സാമനെ സെ തേസി സെ ഏക് ബസ് ആത്തി ഹെ. എന്താണ് വളരെ സൗണ്ടോട് കൂടി എന്താണ് വലിയ തേസി ഭയങ്കര സ്പീഡിൽ ഒരു ഫാസ്റ്റ് ആയിക്കൊണ്ട് ബസ് എന്താണ് അവിടെ മുന്നിൽ കൂടെ വരികയാണ്. ആത്തി ഹെ ചുന്നി ദൗഡ് പാർ കല്ലേത്തി. എന്താണ് ചുന്നിയാണെങ്കിൽ ആ ബസ് വരുന്ന ടൈം എന്താണ് ബസ് ഇങ്ങനെ അവരുടെ മുന്നിൽ കൂടെ ഇങ്ങനെ വരികയാണ്. അപ്പോഴാണ് എന്ത് ചുന്നിയാകട്ടെ റോഡ് ക്രോസ് ദൗഡുക മീനിങ് ഓടുക ദൗഡിന ഓടുക. അപ്പൊ എന്താണ് ചുന്നി എന്താണ് ഓടിക്കൊണ്ടെന്നാണ് റോഡ് ക്രോസ് ചെയ്തു. गोबू और लल्लू खड़े रह जाते हैं. बस में जोर से ब्रेक लेता है. ड्राइवर उसे में सिर बाहर निकलता है. എന്താണ് ചുന്നി ഓടിക്കൊണ്ടെന്നാണ് റോഡ് ക്രോസ് ചെയ്യാൻ ബസ് വരുന്ന കണ്ടിക്കാണ്. എന്താണ് ചുന്നി എന്താണ് ചെറിയ കുട്ടികളാണല്ലോ. അപ്പൊ ചുന്നി എന്താണ് ഓടിക്കൊണ്ടെന്നാണ് റോഡ് ക്രോസ് ചെയ്തു. ഗോപു और लल्लू खड़े रह जाते हैं. ഗോപുവും ലല്ലു എന്താണ് അവിടെ തന്നെ മുറിച്ച് കിടന്നില്ല. ആരാണ് മുറിച്ച്? ചുന്നി എന്താണ് ബസ് വരുന്ന കണ്ടിക്കാണ് അപ്പുറത്തെ റോഡിലേക്ക് ക്രോസ് ചെയ്തു. ഗോപുവും ലല്ലു ആകട്ടെ അവിടെ തന്നെ നിന്നു. जोर से ब्रेक लगता है. ड्राइवर उसे में सिर बाहर निकलता है. എന്താണ് ലല്ലുവും ഗോപു എന്താ അവിടെ തന്നെ നിൽക്കാണ്. ചുന്നിയാണ് മുറിച്ച് കിടന്നത്. ബസ് എന്തായിട്ടുണ്ട് വലിയൊരു സൗണ്ടോട് കൂടി എന്താണ് ബ്രേക്ക് കണ്ട് പിടിച്ചു, ബ്രേക്ക് ഇട്ടു. ഡ്രൈവർ ഡ്രൈവർ അതുപോലെ ദേഷ്യത്തോട് കൂടി എന്താണ് ആ ബസ്സിലൊന്നും തല എന്തായിട്ടുണ്ട് പുറത്തേക്ക് ഇട്ടു. എന്താണ് പറയുന്നത്? എന്താണ് ഇവിടെ ഓരോരുത്തരും ദേഷ്യപ്പെട്ടുകൊണ്ടാണ് എന്ത് ചെയ്യും ഡ്രൈവർ എന്തായിട്ടുള്ളത് തല പുറത്തേക്ക് ഇട്ടുന്നത് അല്ലേ. നമുക്ക് ആ മുറിച്ച് കിടക്കുമ്പോൾ ആരായും ദേഷ്യപ്പെട്ടില്ല. എവിടെ നോക്കി മുറിച്ച് കിടക്കും എങ്ങനെ ചോദിക്കും. ഡ്രൈവർ എന്തായിട്ടുണ്ട് അതുപോലെ തന്നെ എന്ത് ചെയ്ത്
ബസ്സിൽ നിന്നും തല പുറത്തേക്ക് ഇട്ടു. എന്നിട്ട് ഡ്രൈവർ എന്താ പറയുന്നത്? ഡ്രൈവർ അബേ ദേഖ് കെ ചലോ, നിങ്ങൾ എവിടെ നോക്കി നടക്കുന്നത് അല്ലെ? ദേഖ് കെ ചലോ, നോക്കി നടക്കുക അല്ലേ? ഗോപു ആ ബ്രാക്കറ്റ് അപ്പൊ എന്താ കൊടുക്കുന്നത്? ഗോപു और ലല്ലു ജൽദി സെ സടക്ക് പാർ കർത്തെ. ഗോപും ലല്ലു എന്ത് ചെയ്ത് പെട്ടെന്ന് എന്ത് ചെയ്ത് റോഡ് എന്ത് മുറിച്ചു കടന്നു. എന്നിട്ട് എന്താണ് ഇവരെ ചുന്നി എന്താ പറഞ്ഞത്? നമുക്ക് നോക്കാം. ചുന്നി തും ലോഗ് സച്ച് മേം ചോട്ടെ ബच्चे हो, सड़क पार करना है, सड़क पार करना भी नहीं आता. गोबू जोपते हुए जल्दी चलो, अब देर हो रही है. ചുന്നി പറയുന്നതാണ് തും ലോഗ് സച്ച് മേം ചോട്ടെ ബच्चे हो, നിങ്ങൾ എന്താണ് തീർച്ചയായും എന്താണ് നിങ്ങൾ എന്താണ് ചെറിയ കുട്ടികളാണ്. ചോട്ടെ ചെറിയ, ബच्चे കുട്ടികൾ, നിങ്ങൾ എന്താണ് തീർച്ചയായും എന്താണ് ഒരു ചെറിയ കുട്ടികൾ തന്നെയാണ്. സടക്ക് പാർ കർനാ ഭി നഹി മാതാ, നിങ്ങൾക്ക് എന്താ റോഡ് മുറിച്ച് വെക്കാണെന്ന് അറിയില്ലേ എന്നെന്ത് ചെയ്യാണ് അവിടെ ചോദിക്കാണ് ചുന്നി. ചുന്നിയാണെന്ത് മുറിച്ച് കളഞ്ഞിട്ട് ഇവിടുത്തെ ചീത്ത കേട്ടും ചുന്നി അവരോട് ചോദിക്കാം അല്ലേ, നിങ്ങൾക്ക് എന്താ റോഡ് മുറിച്ച് കിടക്കാണെന്ന് അറിയില്ലേ? നിങ്ങൾ തീർച്ചയായും ചെറിയ കുട്ടികൾ തന്നെ, നിങ്ങൾക്ക് എന്താണ് റോഡ് മുറിച്ച് കിടക്കാൻ അറിയില്ലേ? ഗോബു ജോബ് തെഹ്യോ, ഗോബു എന്താണ് ലജ്ജിച്ചു കൊണ്ട് എന്താണ് ജൽദി ചലോ, പെട്ടെന്ന് നടക്ക്. അപ്പൊ ദേർ ഹേ, സമയം വേഗം നടക്കില്ലേ, വേഗം കുറെ ആയില്ലേ. അപ്പൊ ദേഹോ രഹേ നടക്ക്. സീൻ 5, അഞ്ചാമത്തെ സീൻ എന്താണ്? कस्बे की सब्जी मंडी शाम के 5 बजे है. लल्लू सब्जी मंडी की भीड़ में थोड़ा पीछे रह गया है. गोबू और चुन्नी आगोल चल रहे हैं. चुन्नी ठहरी हुई. चुन्नी तुमने कहा था जल्दी पहुंचेंगे, शाम तक वापस आएंगे. गोबू बस आने वाला है का मनोहर चाचा का घर. चुन्नी एक लंबे आदमी से टकरा आती है. वह आदमी जल्दी में है संभलते हुए आगे बढ़ जाता है. എന്താണ് എന്താണ് ആ ചെറിയൊരു ആ അങ്ങാടിയിൽ എന്താണ് ഒരു വഴി അല്ലേ, ശ്യാമാവൻ വൈകുന്നേരം എന്തിട്ടുണ്ട് 5 മണി ആയിട്ടുണ്ട് അല്ലേ. ആ എന്തായിട്ട് ആ അങ്ങാടിയിലുള്ള അവിടെ നാട്ടിലുള്ള ആ ഗ്രാമത്തിലുള്ള ചെറിയൊരു ചന്ത, ഒരു തെരുവ്, മാർക്കറ്റ് എന്നൊക്കെ പറയാം. വൈകുന്നേരം 5 മണിയായിട്ടുണ്ട്. लल्लू सब्जी भंडी के भीड़ में थोड़ा पीछे रह गया है. ലല്ലു ആണെന്ത് അവരെന്താ തിരക്കിൽ, മാർക്കറ്റിൽ ഭയങ്കര തിരക്കാണ് അല്ലേ. ആ തെരുവിൽ ആ പച്ചക്കറി ചന്തയിൽ എന്താണ് തിരക്കാണ്. ആ തിരക്കിൽ പെട്ടുകൊണ്ട് എന്താണ് ലല്ലു ആകട്ടെ പിറകിലായി പോയി. ഗോബു और ചുന്നി ആകോ ചലേ ഹേ. ഗോബുവും ചുന്നി എന്തേല് മുന്നോട്ട് നടന്നു. ചുന്നി ഡരി ഹുയി. ചുന്നി ആകട്ടെ ഭയങ്കര ഭയപ്പെട്ടുകൊണ്ട് അല്ലേ. ചുന്നി എന്താണ് ഭയപ്പെട്ടുകൊണ്ട് പേടിച്ചുകൊണ്ട് നിൽക്കുകയാണ് അല്ലേ. എന്താണ് ഭയങ്കര തിരക്കുള്ള മാർക്കറ്റാണ്. ലല്ലു ആകട്ടെ പിറകിലായി പോയി, തിരക്കിന് വേണ്ടി വിട്ട് പിറകിലായി പോയി. ചുന്നിയാണെങ്കിൽ വളരെ പേടിച്ചുകൊണ്ട് നിൽക്കുകയാണ്. ചുന്നി അവിടെ ഒരു സംഭാഷണം എന്താണ്, ചുന്നി ചോദിക്കുകയാണ് തുമ്നെ കഹാ ദാ ജൽദി പഹുഞ്ചേക്കെ, എന്താണ് നീ തുമ്നി കഹാ ദാ, നീ പറഞ്ഞല്ലോ ജൽദി പഹുഞ്ചേങ്കെ, വേഗം വരാമെന്നും ഷാം കോ തക് വാപസ് ആയേങ്ക, വൈകുന്നേരമാകുമ്പോഴേക്കും തിരിച്ചു വരാമെന്നും നീ പറഞ്ഞല്ലോ. വാപസ് തിരിച്ചു വരിക, തിരിച്ച്. അപ്പൊ നീ പറഞ്ഞിരുന്നല്ലോ എന്ത് ജൽദി വേഗം എത്തുമെന്ന്, ഷാം കോ തക് വാപസ് ആയേങ്ക, വൈകുന്നേരമാകുമ്പോഴേക്കും തിരിച്ചു വരുമെന്ന് നീ പറഞ്ഞിരുന്നല്ലോ. അപ്പൊ ഗോപു പറയും ബസ് ആനേ വാലാ ഹേ മനോഹർ ചാച്ചാ കാ ഘർ. ഇതാ ഇവിടെ തന്നെയാണ് എന്ത് മനോഹരങ്ങളുടെ വീടുള്ളത്. ചുന്നി അവിടെയുള്ള ഒരു ബ്രാക്കറ്റ് നടക്കുന്ന എന്താണ് സംഭവിക്കുന്നത് നോക്കാം. എന്താണ് ചുന്നി ഏക് ലംബെ ആദ്മി സെ ടക്കരാ ജാതി ഹൈ. വഹ് ആദ്മി ജൽദി में है संभलते हुए आगे बढ़ जाता है. ചുന്നി എന്താണ് ഏക ലംബെ ആദ്മി, നീളം വെട്ടിയ നീളമുള്ള ആളെ കണ്ടിട്ട് ടക്കരാ ജാതി എന്തായാലും കൂട്ടിമുട്ടി. എന്താ ചുന്നി എന്താണ് നീളം കൂടി ആളായിട്ടുണ്ട് കൂട്ടിമുട്ടി.
ആത്മീ ജലദി മേ ആ മനുഷ്യൻ എന്താണ് വളരെ ധൃതിപ്പെട്ടുകൊണ്ടാണ് എന്ത് നടക്കുന്നത് അല്ലേ. അപ്പം ചുന്നിയാകട്ടെ ചെറിയ കുട്ടിയാണ്, കൂട്ടി പിടിച്ച ആളോ വലിയ നീളമുള്ള വ്യക്തിയാണ്. അയാളാണെങ്കിൽ എന്താണ് വളരെ സ്പീഡിൽ ഫാസ്റ്റായി ധൃതിയിലാണ് ഇത് നടക്കുന്നത്. ഈ സമ്പലത്തെ ആകെ പഠിച്ചാത്ത ഇതുണ്ടായത് കൂടി എന്താണ് അയാൾ എന്തെയ്യുന്നുണ്ട് എന്താ സൂക്ഷിച്ചുകൊണ്ട് എന്തായാലും നടന്നു അല്ലേ, ബോട്ട് നടന്നുണ്ട് അയാൾ. അപ്പോൾ ചുന്നി ചുന്നി ഹാംസിയൊക്കെ ചുന്നി എന്ത് ചെയ്യണ്ടേ കരഞ്ഞുകൊണ്ട് അല്ലേ ബസ് സേ കഹ് രഹേ ഹോ ആനെ വാലാ ഹേ. നീ കരഞ്ഞിക്കൊണ്ട് പറയണം, നീ പറയണ ഇവിടെയാണ് ഇപ്പോൾ എത്തും വീടെന്ന്. ആനെ വാലാ ഹേ എന്താണ് കബ് സേ കഹ് രഹേ ഹോ ആനെ വാല ഇതാ നീ എത്തിയതേ പറയണ്ടോ, കരഞ്ഞിക്കൊണ്ട് പറയണേ എവിടെ എത്താൻ വീട് ഇനിയും ഉണ്ടല്ലോ, നീ കുറെ നേരം പറയും ഇപ്പോൾ എത്തും അല്ലേ. ഗോപു പീച്ചെ മുടുക്കലെന്തേ ഗോപു എന്താണ് പിറകോട് തിരിഞ്ഞു, പീച്ചെ മുടുക്കൽ പിറകോട് തിരിഞ്ഞു അല്ലേ. ആരേ ലല്ലു കഹാം ഗയാ, ഈ ലല്ലു എവിടെയാ പോയി എടുക്കുന്നത്. യോ മത് അബ് टीवी देखना है ना, उसमें पता है लोग बक्से के अंदर बंद होता है, छोटे छोटे देखते हैं तेरे मकोड़ा की तरह लल्लो दिखता है ये लल्लो जल्दी आना। लल्लू दौड़ता हुआ आता है, तीनों हाथ पकड़ कर चलने लगते हैं. എന്താണ് പറയുന്നത്, എന്താണ് ആ ഫസ്റ്റ് ചുന്നി രൂഹാംസിലെ ചുന്നി കരഞ്ഞുകൊണ്ട് കബ് സേ കഹ് രഹേ ഹോ ആനെ വാലാ ഹേ, നീ പറഞ്ഞ് കുറെ വരെ പറഞ്ഞിട്ട് ഇപ്പൊ എത്തും, ഇപ്പൊ ഏതാണ് വീട് ഇങ്ങനെ പറയാണല്ലേ, കരഞ്ഞുകൊണ്ട് ഇങ്ങനെ പറയാണ്. അപ്പൊ ഗോപു എന്താണ് പിറകിലോട്ട് തിരിഞ്ഞു അല്ലേ. അരേ ലല്ലു കഹാം രഹ് ഗയാ, ഈ ലല്ലു എവിടെ പോയി കിടക്കുന്നത്. और तो रो मत अब टीवी देखना है ना, കരച്ചു നിർത്ത്, നിനക്ക് എന്താ ടി വി കാണണ്ടേ, देखना है ना ടി വി കാണണ്ടേ. उसमें पता है लोग बक्से में के अंदर बंद होता है, അവിടെ ആളുകളാണ് എന്താണ് ഒരു പെട്ടിക്കകത്ത് ഒരു ബോക്സിനകത്താണ് ഇത് ആളുകളൊക്കെ ഉള്ളത്. ഒരു ബോക്സ് ചെറിയ ആളുകൾ ചോട്ടെ ദിക്തേ എന്താ ചെറിയതായിട്ട് തന്നെ കാണുള്ളൂ അല്ലേ. തേരെ മക്കോടാക്കി തരാം. എന്നിട്ട് ആ പ്രാണിയെ പോലെയാണ് എന്ത് ഇവർ കാണാൻ പറ്റും, ചെറിയതായിട്ട് കാണാൻ പറ്റും. ചോട്ടെ ചെറിയ ഇതിങ്ങനെ കാണുക. തേരെ മക്കോടാക്കി തരാം. എന്നിട്ട് ആ പ്രാണിയെ പോലെ അല്ലേ ലല്ലു ദിക്ത. ആ പറഞ്ഞിരിക്കുന്ന ടൈമിലാണ് എന്ത് ലല്ലുവെ ഗോപു കാണും, ലല്ലുവിനെ കാണും അല്ലേ. ലല്ലു ദിക്ത ഹേ, ലല്ലുവിനെ കണ്ടു. ജൽദി ആന, ഗോപു പറയാണ് ജൽദി ആന, വേഗം വാ. ലല്ലു ദൗഡ്ത ഹുവ അതാ ഹേ, ലല്ലു എന്തായിട്ട് ഓടി എന്തായിട്ട് വന്നു അല്ലെ, അവിടെ അടുത്തേക്ക് ഓടി വന്നു. തീനും ഹാത്ത് പക്കടുക്കൽ ചെല്ലെടുക്കത്ത ഹേ, എന്താണ് മൂന്ന് കുട്ടികൾ എന്തെയ്യുണ്ട് കൈ പിടിച്ചുകൊണ്ട് എന്താണ് മുന്നോട്ട് എന്തെയ്യുന്നത് നടന്നു. ചെല്ലെടുക്കത്ത ഹേ നടന്നു, കൈ പിടിച്ചുകൊണ്ട് മൂന്ന് കുട്ടികളും നടന്നു. അപ്പൊ ഈ സീൻ എന്താ പറയുന്നത്, ഒരു തെരുവ് പ്രദേശം, ഒരു മാർക്കറ്റാണ്. ആ മാർക്കറ്റിൽ എന്താണ് ലല്ലു ആണെങ്കിൽ എന്താണ് തിരക്കാണ്. അപ്പം ലല്ലുവിന് എന്താണ് ഗോപുവും ചുന്നിയും എന്താണ് കാണാതെ മുമ്പിലോട്ട് നടന്നു. ചുന്നി ആണെങ്കിൽ ലല്ലു ആണെങ്കിൽ ആട്ടെ പിറകിലായി പോയി, ഇവരെ കാണാതെ ആയിപ്പോയി. പിന്നെ ചുന്നിയാണ് ഒരു നീളമുള്ള ആളെ കൊണ്ട് കൂട്ടിമുട്ടി അല്ലേ. ആ കൂട്ടിമുട്ടി അയാളാണെങ്കിൽ എന്താ പിന്നെ ആ സംഭവം നടന്ന ശേഷം പതുക്കെ നടന്നു അല്ലേ. ചുന്നിയാണ് എന്തൊക്കെ അരഞ്ഞു. അയാളാണെങ്കിൽ ഒന്നും ആശ്വസിപ്പോലില്ല അല്ലേ. നമുക്ക് ആ കുട്ടികളല്ലേ കൂട്ടിമുട്ടുമല്ലേ ആശ്വസിക്കും അല്ലേ, എന്താ നമ്മളെ പറ്റിയ സാരമില്ല ഒക്കെ പറയും. പക്ഷെ ഇയാൾ എന്ത് ചെയ്ത് തിരിഞ്ഞോക്കി, ഇയാളുടെ സ്പീഡൊന്ന് കുറച്ചു, അത്രേ ഉള്ളൂ. പിന്നെന്താ ചുന്നിയായിട്ട് പൊരിഞ്ഞ കരിച്ചില്ലേ, കരയണെന്തിനാ, നീ കുറേ നേരമല്ലോ ഇടയ്ക്ക് ഇങ്ങനെ ഗോകുലിന് പറയുന്നുണ്ട്, നീ കുറേ നേരം ഇപ്പോഴത്തെ ടി വി ഇതായിട്ട് മനോഹരങ്ങളുടെ വീട് ഇതാണെന്ന് നീ കുറേ നേരം ഇങ്ങനെ പറഞ്ഞു കൊടുത്തിട്ട് ഇങ്ങനെ പറയാണ്. അപ്പോൾ എന്താണ്, അപ്പോൾ ഗോപുവായിട്ട് പിറകിലോട്ട് തിരിഞ്ഞു. ഗോപു പറയണത് ലല്ലു ഞാൻ മുമ്പിലോട്ട് തിരുമ്പുന്നത് എനിക്ക് ടി വി കാണണ്ടെന്നൊക്കെ പറഞ്ഞിട്ട് ആശ്വസിപ്പിച്ചു. ആ ടൈമിലാണെന്ത് ലല്ലുവിനെ ഗോപു കാണുന്നത്. ലല്ലു പറയാണ് വേഗം വാ, ലല്ലുവിനോട് പറയാണ് ഗോപു വേഗം വാ, ജൽദിയാന വേഗം വാ. അതിനുശേഷം ലല്ലു ഓടി വന്നു. അവർ മൂന്ന് പേരും കൈ പിടിച്ചുകൊണ്ട് എന്ത് ചെയ്ത് നടന്നു, ചെന്നൈയിലേക്ക് താഹേ നടന്നു. സീനാറ് കസ്ബേക്ക് ഗലി ഷാം കാസമി, എന്താണ് ഒരു
ഉസ്ബെക്കി ഗാലി എന്താണ്, ഒരു തെരുവ് പ്രദേശം. എന്താണ്, ഷാം കാ സമയം, വൈകുന്നേര സമയം. ബച്ചെ ഏക് ഗാലി കെ മോഡ് पर है, सामने कच्चे पक्के मकानों की कतार है. എന്താണ്, കുട്ടികൾ എന്താണ്, 3 കുട്ടികൾ എന്താണ് ഒരു വഴിയിൽ എന്താണ് നിൽക്കുകയാണ്. സാമിനെ കച്ചയുടെ മുന്നിലുണ്ട് മണ്ണ് കൊണ്ടുണ്ടാക്കിയ വാർത്തതുമായ കുറേ വീടുകൾ, മക്കാനും സ്ഥലങ്ങൾ ഇങ്ങനെ കാണാം അല്ലേ. മണ്ണ് കൊണ്ട് വാർത്തുണ്ടാക്കിയ വീടുകൾ ഇങ്ങനെ കാണുന്നുണ്ട്. അപ്പോൾ ഗോപു പറയണത് ബസ് യഹി ഗാലി ഹെ ഇസി മേ ഹേ മനോഹർ ചാച്ച ലല്ലു तो चलो. गोबू मकानों को देखता हुआ, हाँ लेकिन याद करने दो कौन सा घर है. चुन्नी पर कैसे, चुन्नी എന്താണ് पर कैसे അല്ലേ, നിങ്ങൾക്ക് നോക്കൂ. ചുന്നി पर कैसे എന്താണ്, ഗോബു मकानों को देखता हुआ लेकिन याद करने दो कौन सा घर है ചുന്നി पर कैसे. എന്താണ്, ഗോബു അല്ലേ അവിടെ നോക്കത്ത ദൂരത്ത് എന്താണ് അവിടെയുള്ള മണ്ണ് കൊണ്ട് വാർത്തതുമായ കുറേ വീടുകൾ എന്തെങ്കിലും കാണുന്നുണ്ട് അല്ലേ. അപ്പോൾ ഗോബു ചോദിക്കാണ്, ഗോബു പറയാണ് ബസ് ഹേ ഗാലി ഹേ, ഇവിടെ തന്നെയാണ് എന്ത് സീമേം ഹേ മനോഹർ ചാച്ച, ഇത് തന്നെയാണ് ഈ വഴി തന്നെയാണ്, ഗാലി ഹേ ഈ വഴി തന്നെയാണ്, ഈ സീ മേം ഹേ മനോഹർ ചാച്ച ഇത് തന്നെയാണ് എന്ത് മനോഹരങ്ങളുടെ മനോഹരങ്ങളുടെ വീടുള്ളത്. ലല്ലു തോച്ചലോ, ലല്ലു പറയെങ്കിൽ നടക്ക്. ഗോബു മക്കാനോക്കെ ദേഖത്താ ഹുവ, ഗോബു ആകട്ടെ വീടുകളൊക്കെ എന്ത് ചെയ്ത് നോക്കി സൂക്ഷിച്ചുകൊണ്ട്, എവിടെയാണ് മനോഹരങ്ങളുടെ വീട് എന്ന് നോക്കിക്കൊണ്ട് സൂക്ഷിച്ചുകൊണ്ട് എന്ത് ചെയ്യണേ നടക്കുകയാണ് അല്ലേ. ലേക്കിൻ യാദ് കർനെ ദോ കൗൻ സാ ഘർ ഹേ, ലേക്കിൻ പക്ഷേ എന്താണ് അറിയാം, എന്താ ഗോപുവിന് അറിയാം, പക്ഷെ എന്താണ് ഓർത്തെടുത്തുക്കണം, എന്താണ് എന്തോന്ന് ഓർത്തെടുത്തുക്കണം എവിടെയാണ് വീട് എന്നെ ആലോചിച്ച് കൊണ്ടാണ് എന്ത് നടക്കുന്നത്, ഓർത്തെടുത്ത് അല്ലേ. ചുന്നി ചോദിക്കണം, ഓർത്തെടുത്ത് കണ്ടെന്ന് നടക്കുന്നത്. യാത് കോൻസാഗർ അവരുടെ വീട് എവിടെയാണെന്ന് ആലോചിച്ച് കൊണ്ട് എന്ത് ചെയ്യുന്നത്, ഇതിലേത് വീടാണെന്ന് എന്ത് കുറേ വീടുകളുണ്ട്, വാർത്തതുമായ കുറേ വീടുകൾ കാണുന്നത്. അപ്പോൾ ഇതിലേത് വീടാണെന്ന് ആലോചിച്ച് കൊണ്ട് എന്ത് ചെയ്യണം നടക്കുകയാണ്. ചുന്നി पर कैसे എങ്ങനെ അല്ലേ, ചുന്നി पर कैसे എങ്ങനെ. അപ്പോൾ അതിനുള്ള മറുപടി ആയിക്കൊണ്ട് ഗോപു പറയാണ്, ആരെ ഉസ് ഘർ കെ ഊപ്പർ ടിവി കാ ഡണ്ട് ലഗ് ഹുവാ ഹേ ആന്റീന. ബ്രാക്കറ്റോട് നടക്കുന്ന സംഭവമാണ്. तीनों ध्यान से घरों को देखते हैं, गोबू का चेहरा उतर जाता है. गोबू अरे उस घर के ऊपर टीवी का डंडा लग हुआ है. എന്താണ് അരെ എടോ എന്താണ് മനോഹരങ്ങളുടെ വീടിൻ്റെ മുകളിൽ എന്തെങ്കിലും മുകളിൽ എന്തെങ്കിലും ഡണ്ട ഒരു വടി നാട്ടിയിട്ടുണ്ട്, ഒരു വടി നാട്ടിയിട്ടുണ്ട്. ആൻറ്റീന അതാണ് എന്ത് ആൻറ്റീന എന്തിൻ്റെ. അപ്പോൾ പറയുകയാണല്ലേ. അപ്പോൾ എങ്ങനെ ചുന്നി എങ്ങനെയാണെന്ന് ചോദിച്ചപ്പം അവന് മറുപടിയെ കൊണ്ട് പറയുകയാണല്ലേ, എടോ മനോഹരങ്ങളുടെ വീടിൻ്റെ മുകളിൽ നിന്ന് ആൻറ്റീന ഒരു വടി എന്തായിട്ടുണ്ട് നാട്ടിയിട്ടുണ്ട്, അതാണ് ആൻറ്റീന അല്ലേ. തീനോ ധ്യാൻ സേഖരവും ദേഖത്തെ ഹേ, 3 കുട്ടികൾ എന്തായിട്ടുണ്ട് ശ്രദ്ധിച്ചുകൊണ്ട് തന്നെ ഓരോ വീടിൻ്റെ മുകളിലേക്ക് നോക്കി നടക്കണം അല്ലേ. ദേഖത്തെ ഹേ നോക്കുന്നുണ്ട്. ഗോബു ക ചേഹര ഉത്തർ ജാത്ത ഹേ, ഗോബുവിൻ്റെ മുഖത്തിൻ്റെ ഒരു ചേഹര ഒരു മനോവിഷമം കാണുന്നുണ്ട് അല്ലേ. ഗോബു പറയാം തോ എങ്കിലെവിടെ ലല്ലു സബ്ക്ക് ചാത്ത് പർ ലഗാ ഹേ, എന്താണ് ഇവിടെ എല്ലാത്തിനും മുകളിൽ നിന്നുണ്ട് ആൻറ്റീന ഉണ്ടല്ലോ. ചുന്നി ടി വി വാല ഡണ്ട അബ് ക്യാ കരേങ്ക, അതെ ടി വി വാല ഡണ്ട ആൻറ്റീന ആ സ്റ്റിക്ക് ആ വടി എന്തെങ്കിലും ഉണ്ട്. അബ് ക്യാ കരേങ്ക, നമ്മൾ എന്തോ ചെയ്യും ചുന്നി ചോദിക്കണേ. അപ്പോൾ ഗോബു ഇവരെ ഒന്ന് ടെൻഷനാക്കല്ലേ, നമ്മൾ വെറുതെ അങ്ങനത്തെ ഓരോ കാര്യങ്ങൾ സംസാരിക്കുക എല്ലാത്തിനും. അവനാണെങ്കിൽ ഒരടയാളം വെച്ചിട്ടുണ്ടായിരുന്നു. എന്താ അടയാളം? ആൻറ്റീന. അത് ആൻറ്റീന ആണെങ്കിൽ എല്ലാ വീടിൻ്റെ മുകളിലും ഉണ്ട്. ഇനി നമ്മൾ എന്തോ ചെയ്യൂലേ. അപ്പോൾ ഗോബു ആണ് ഹിമ്മത്ത് ഹാരത്തെ ഹുയി, ഹിമ്മത്ത് അവനെന്ത് വേവലാതിപ്പെട്ട് ഹിമ്മത്ത് ഹാരത്തെ ഹുയി, അവനെന്തിന് ഹൃദയത്തിന് വല്ല പ്രയാസം, അവന് മനോവിഷമുണ്ടായില്ലേ, പ്രയാസപ്പെട്ട് എന്താ ചെയ്യുക ടെൻഷനായി പോയി. പതാനെ
नहीं, मनोहर चाचा ने बताया था उसके घर ही टीवी है, पर यहाँ तो सबके घर है. മനോഹരങ്ങളുടെ വീട്ടിൽ മനോഹരങ്ങൾ പറഞ്ഞിരുന്നുല്ലേ എൻ്റെ വീട്ടിൽ മാത്രമാണല്ലോ ടി വി ഉള്ളൂ എന്ന് പറഞ്ഞു. പക്ഷേ എന്താണ്, ഇവിടെ എല്ലാവരുടെ വീട്ടിലും എന്തുണ്ട്, ആൻറ്റീന ടി വി ടവറുണ്ട്. മനോഹരങ്ങൾ ഇവരോട് പറയാണ്, എൻ്റെ മനോഹരങ്ങൾ പറഞ്ഞിരുന്നു എന്താണ് മനോഹരങ്ങളുടെ വീട്ടിൽ മാത്രം, എൻ്റെ വീട്ടിൽ മാത്രമേ ടി വി ഉള്ളൂ എന്ന് പറഞ്ഞിരുന്നു. ഇപ്പം ലല്ലു ബേഹത്ത് ഹരിഷ. അപ്പം ലല്ലു പറയാണെന്ത്, നമ്മളെന്തിടെ ആകപ്പെട്ടു പോയി. അബ് ഹാം വാപ്പസ് ചലേം, നമുക്കെന്ത് ചെയ്യാം, വാപ്പസ് ചലേം, പിറകോട്ട് നടക്കാം, തിരിച്ചു പോകാം, തിരിച്ചു നടക്കാം. ആസ്മാൻ ദേഖ്തേ, ആകാശത്തേക്ക് നോക്കി ലല്ലു പറയാം, നമ്മൾ എന്ത് ചെയ്യുക, ആകപ്പെട്ടു പോയി. ആകാശത്തേക്ക് നോക്കിയാൽ നമ്മൾ വൈകുന്നേരം സന്ധ്യാസമയമായിട്ടില്ല, എനിക്ക് നമുക്ക് തിരിച്ചു നടക്കാം എന്ന് പറയാണ്. അന്ധേര ഹോ രഹാ ഹെ, എന്താ ഇരുട്ടായിട്ടുണ്ട് അല്ലേ, വേഗം സന്ധ്യാസമയമായിട്ടുണ്ട്. അപ്പോഴെന്ത് ഈ വീടുകൾ നിര കണ്ടത്, ആ വീടിന് നിര കണ്ടപ്പോൾ എന്താണ് ഗോപു ഒരടയാളം വെച്ചിരുന്നു, എന്ത് ആൻറ്റീന അടയാളം വെച്ചിരുന്നു, ആ അടയാളം വെച്ചുകൊണ്ട് നടക്കുകയാണ്. അപ്പോൾ നോക്കിയപ്പോൾ ആണെങ്കിലോ എല്ലാ വീടിന് മുകളിലുണ്ട് ആൻറ്റീന ഉണ്ട്. അപ്പോൾ ഇനി ഇവർ ഗോപു ഭയങ്കര ടെൻഷൻ അടിക്കുകയാണ് അല്ലേ, ഇനിയിപ്പോൾ എന്ത് ചെയ്യും, എല്ലാത്തിനും മുകളിലും ആൻറ്റീന ഉണ്ടല്ലോ ഒക്കെ പറഞ്ഞുകൊണ്ട് എന്ത് ചെയ്യാണ്, എൻ്റെ അടുത്ത മനോഹരങ്ങൾ പറഞ്ഞിരുന്നു. എന്താ പറഞ്ഞിരുന്നത്, എൻ്റെ വീട്ടിൽ മാത്രമേ ടി വി ഉള്ളൂ എന്നൊക്കെ പറഞ്ഞു. പക്ഷേ ആ ഒരു ബലത്തിലാണ് ഗോപു ഇവരെ കൂട്ടി വന്നത്. പക്ഷേ ഗോപു ആകട്ടെ ഭയങ്കര ഒരു ഹിമ്മത്ത് ഹാരത്തെ മനോവിഷമം, അദ്ദേഹത്തിന് മനോവിഷമം കൊണ്ട് തിങ്ങിനറിഞ്ഞു കൊണ്ട് എന്നാണ് മനോഹർ ചാച്ച ബത്തായ. അവരിങ്ങനെ മനോഹർ ചാച്ചാനെ ബത്തായത് ഉനക്കെ ഗർ ഹി ടി വി ഹെ പറയാ, ഹാം തോ സബ്ക്കെ ഗർ ഹെ, മനോഹരങ്ങളുടെ വീട്ടിൽ മാത്രമേ ടി വി ഉള്ളൂ എന്നൊക്കെ ഇങ്ങനെ അവനെന്ത് പറയുകയാണ്. ലല്ലു ലല്ലു ആകട്ടെ പറയാണ്, നമ്മൾ അകപ്പെട്ടു പോയി. അബ് ഹം വാപ്പസ് ചലേ, നമുക്ക് എന്ത് ചെയ്യാം, തിരിച്ചു നടക്കാം. ആസ്മാൻ ദേഖ്തേ ഹുയേ, ആകാശത്തേക്ക് നോക്കിക്കൊണ്ട് പറഞ്ഞത്. നാം ധേര ഹോ രഹാ ഹേ, എന്താ ഇരുട്ട് വരാനായില്ലേ. ചുന്നി ഹം ഖോ ഗായേ, എന്ത് ചെയ്യുക, ഹം ഖോ ഗായ എന്ന് എന്ത് ചെയ്യുക, നമുക്കെന്ത് ചെയ്യുക, തിരിച്ച് നമ്മൾ എന്ത് ചെയ്യുക, നമുക്കെന്ത് ചെയ്യുക, പോകാം. ഗോപു കുച്ച് നെഹി ബോൾത്താ ബസ് ജോനെ ലഗ്താ ഹെ, എന്താണ് ഗോപു ആകട്ടെ എന്ത് അതൊന്നും ആരോടൊന്നും മിണ്ടാതെ എന്താണ് കരയാൻ തുടങ്ങി. ഹാം കോ ഗയ, എന്താണ് ചുന്നി നമുക്ക് പോകാമെന്നൊക്കെ പറഞ്ഞ് ഗയാ മീനിങ് എന്താണ്, പോകാം, പോയി ഒക്കെ അർത്ഥം വരും. അപ്പം ഗോപു കുച്ച് നെഹി ബോൾത്താ ബസ് ജോനെ ലഗ്താ ഹെ, ഗോപു എന്താണ് ബോൾത്താ ഹെ ബസ് രോനെ കലഗ്താ ഹെ, ഗോപു ആകട്ടെ കരഞ്ഞുകൊണ്ട് ആരോട് മിണ്ടാതെ കരയാണ് അല്ലേ. ബാക്കി ദോനോ ഭീ രോനെ ലഗ്തേ ഹെ, ബാക്കിയുള്ള രണ്ടുപേരും അവൻ കരയെന്ന് കണ്ടിട്ട് ബാക്കി രണ്ടുപേരും കരയാൻ തുടങ്ങി. അങ്ങനെയാണ് ആറാമത്തെ ഈ സീന് അവസാനിക്കുക. അപ്പോൾ ആറാമത്തെ സീൻ എന്താ പറഞ്ഞത്, ഒരു ഇഷ്ടിക എന്താണ് മണ്ണ് കൊണ്ടുണ്ടാക്കിയതും വാർത്തതുമായ വീടുകൾ നിര ഉണ്ട്. അപ്പം ഗോപു ആകട്ടെ മനോഹരങ്ങൾ വീട് കണ്ടുപിടിക്കാൻ ഒരു അടയാളം വെച്ചിരുന്നു. എന്താണ് അടയാളം, ആൻറ്റീനയുടെ ബോക്സ് ആൻറ്റീനയായിരുന്നു വെച്ചിരുന്നത്. പക്ഷേ അവിടെ വന്നപ്പോൾ എന്ത് ചെയ്യണം, എല്ലാ വീട്ടിന് മുകളിലും ആൻറ്റീനയെ കാണപ്പെടുന്നുണ്ട്. അപ്പോൾ അവർ ഗോപു ആകട്ടെ വളരെ ടെൻഷൻ അടിച്ചുകൊണ്ട് നിൽക്കുകയാണല്ലേ, ഏതായിരിക്കും വീട് എന്ന് പറഞ്ഞുകൊണ്ട് അല്ലേ ടെൻഷൻ അടിച്ച് നിൽക്കുക. അപ്പോൾ ഇവരൊക്കെ നമ്മൾ അകപ്പെട്ടു പോയി ഒക്കെ ഇങ്ങനെ പറഞ്ഞുകൊണ്ട് അവൻ്റെ ടെൻഷൻ ആക്കുമ്പോൾ ഗോപു പറയുകയാണ് എന്ത്, മനോഹർ ചാച്ചാനെ ബത്തായ ധാ ഉൻകെ ഗർ ഹി ടി വി ഹേ വ്യാപാർ യഹാം തോ സബ്കെ ഗർ ഹേ, മനോഹരങ്ങൾ പറഞ്ഞിരുന്നു എൻ്റെ വീട്ടിൽ മാത്രമേ ടി വി ഉള്ളൂ എന്നൊക്കെ എന്നോട് പറഞ്ഞിരുന്നു. ആ ഒരു ബലത്തിനാണ് ഇവരും കൂട്ടി വരുന്നത്. പക്ഷേ ആകട്ടെ ഇവരെന്ത് വീട് കണ്ടെത്താനാകാതെ ഇവൻ്റെ കരയാണ് അല്ലേ. ഇനി നമുക്ക് 7-ാമത്തും 8-ാമത്തെ സീൻ എന്താ നമുക്ക് അടുത്ത ക്ലാസ്സിൽ പറയാം. ധന്യവാദ്.